ബഹുമാനപ്പെട്ട കലക്ടർ ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പച്ചീരി പ്രദേശത്ത് കാര്യവട്ടം വില്ലേജിലെ പച്ചീരി പ്രദേശത്തുള്ള ഈ ക്വാറി റദ്ദു ചെയ്യണമെന്നും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം നൽകണമെന്നും നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മണ്ണാർമല പച്ചേരി കുണ്ടുവള്ളിയിൽ പുതിയ ക്വാറിക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ജനവാസ മേഖലയിൽ ക്വാറിക്ക് അനുമതി നൽകിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ വെട്ടത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മണ്ണാർമല പച്ചേരി കുണ്ടുവള്ളിയിൽ പുതിയ ക്വാറി ആരംഭിക്കാൻ അനുമതി നൽകിയതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നമ്മുടെ പച്ചേരിയെ സംരക്ഷിക്കുക, അനധികൃത ക്വാറികളുടെ അനുമതിക്കെതിരെ പോരാടുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സാമൂഹിക പ്രവർത്തകൻ ജാഫർ കക്കൂത്ത് ഉദ്ഘാടനം ചെയ്തു. പച്ചേരിയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ജനങ്ങളെ അറിയിക്കാതെയും പ്രദേശവാസികളുമായി ചർച്ച നടത്താതെയുമാണ് ക്വാറിക്ക് അനുമതി നൽകിയതെന്നാണ് സമരസമിതിയുടെ ആരോപണം. ക്വാറിക്ക് അനുമതി നൽകുന്നതിന് മുൻപ് പ്രദേശവാസികളുടെ അഭിപ്രായം തേടുന്ന സാധാരണ നടപടികൾ പോലും സ്വീകരിച്ചില്ല. ദുരന്ത സാധ്യതയുള്ള മേഖലയിലാണ് പുതിയ ക്വാറി വരുന്നതെന്നും ഇത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് നേരിട്ടുള്ള ഭീഷണിയാണെന്നും സമരസമിതി ആരോപിച്ചു. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ദുരന്ത സാധ്യതാ മേഖലയായി അടയാളപ്പെടുത്തിയ പ്രദേശത്തിന് സമീപമാണ് നിർദ്ദിഷ്ട ക്വാറി. പ്രദേശത്ത് നേരത്തെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ശക്തമായ മഴയും ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ക്വാറിക്ക് അനുമതി നൽകിയതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനം പരിശോധിക്കണമെന്നാണ് ആവശ്യം. ജിയോളജി വകുപ്പ്, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ നടപടികൾ സമഗ്രമായി പരിശോധിക്കണമെന്നും ജാഫർ കക്കൂത്ത് ആവശ്യപ്പെട്ടു. പച്ചേരി നിവാസികള് ഒരു സമരത്തിലാണ്. 2 വർഷം മുമ്പ് ഈ പ്രദേശത്ത് അനുവദിച്ച ലെറ്റർ ഓഫ് ഇന്റന്റ് പ്രകാരം അനുവദിച്ച ഒരു ക്വാറിക്കെതിരെയാണ് സമരം. ഇത് അനുവദിക്കുമ്പോൾ നാട്ടുകാര് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാന വസ്തുതയാണ്. ജിയോളജി വകുപ്പ് ഒരു ക്വാറി സംബന്ധിച്ചുള്ള അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പരിസ്ഥിതി പ്രദേശത്തുള്ള അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളോട് അവരുടെ അഭിപ്രായങ്ങൾ ആരായുക സാധാരണഗതിയിൽ പതിവാണ്. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് പ്രകൃതി ദുരന്ത സാധ്യതയുള്ള ഇതിൻ്റെ 1/2 കിലോമീറ്റർ അപ്പുറത്ത് KSTMA കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഓറഞ്ച് സോണിൽ അടയാളപ്പെടുത്തിയ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പ്രദേശത്തിന് തൊട്ടടുത്താണ്. എന്തിനധികം പറയുന്നു, ഈ പ്രദേശത്ത് തന്നെ കഴിഞ്ഞ വർഷവും ഉരുൾപൊട്ടലടക്കം ഉണ്ടായിട്ടുള്ള നിരവധി തവണ, കഴിഞ്ഞ ഫ്ലഡ് കാലത്ത് നിരവധി തവണ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ്. അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ക്വാറികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതൊരു ജനവാസ മേഖലയാണ്. മണ്ണും കടുംകുത്തനെയുള്ള പ്രദേശങ്ങളും അടക്കമുള്ള ഈ സ്ഥലത്ത് ക്വാറി അനുവദിക്കുന്നത് പച്ചേരി നിവാസികളുടെ ജീവന് ഭീഷണിയാണ്. ഇത് യാതൊരാളും അറിയാതെ പാസാക്കിയെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയും അതിന് ഒത്താശ ചെയ്ത പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ ഇതിലെ കുറ്റക്കാരാണ്. അപ്പൊ ഇതിന്റെ അപേക്ഷ പുനഃപരിശോധിച്ചുകൊണ്ട്, ഇതിന്റെ ലെറ്റർ ഓഫ് ഇന്റന്റ് പുനഃപരിശോധിച്ചുകൊണ്ട് ഇത് റദ്ദു ചെയ്യണമെന്നും, അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ള ആളുകൾ, കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമിതി ജില്ലാ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട കലക്ടർ ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പച്ചേരി പ്രദേശത്ത് കാര്യവട്ടം വില്ലേജിലെ പച്ചേരി പ്രദേശത്തുള്ള ഈ ക്വാറി റദ്ദു ചെയ്യണമെന്നും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം നൽകണമെന്നും, ഈ പ്രദേശത്തുള്ള ആളുകൾ സമരത്തിലാണ്. ഈ സമരം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിന്റെ എല്ലാ അർത്ഥത്തിലും ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. പച്ചേരി പ്രദേശത്തെ നിവാസികൾ കൂട്ടായി മുന്നോട്ട് വന്ന ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് നയിക്കും. ഇതിന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഉരുൾപൊട്ടലിന്റെ ഓർമ്മകൾ ഇന്നും വിട്ടുമാറാത്ത പ്രദേശമാണ് പച്ചേരി. 2018-19 കാലഘട്ടത്തിൽ ഇവിടെ 2 തവണ ഉരുൾപൊട്ടലുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് വെള്ളവും മണ്ണും എത്തിയിരുന്നു. രാത്രി സമയത്ത് വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
ഇന്നും ശക്തമായ മഴയുണ്ടാകുമ്പോൾ മലയിൽ നിന്നും വെള്ളത്തിന്റെ ഒഴുക്കും ശക്തമാകുന്നുണ്ട്. ഏകദേശം 200ഓളം വീടുകളുള്ള പ്രദേശത്താണ് വീണ്ടും ക്വാറിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. പ്രദേശത്തിന്റെ ദുരന്ത സാധ്യത കണക്കിലെടുക്കാതെയാണ് ക്വാറിക്ക് അനുമതി നൽകിയതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. 2018-19 കാലഘട്ടത്തിൽ ഉരുള് പൊട്ടിയ ഒരു മേഖലയിലാണ് ഇപ്പൊ നമ്മൾ ഈ ക്വാറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് 2 വട്ടം അവിടെ പൊട്ടിയിട്ടുണ്ട്. കിലോമീറ്ററോളം ദൂരത്തിൽ അതിന്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രാത്രി സമയത്ത് ഒരു മണിയോടുകൂടി ഞാനൊക്കെ വീട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 200ഓളം വീടുകൾ ഈ മലയുടെ പരിധിയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് ഭീഷണിയാണ്. മഴ പെയ്യുമ്പോൾ ഈ വർഷവും അവിടെ നിന്ന് ശക്തമായ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. കാട് മൂടി കിടക്കുന്നതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അതേ മേഖലയിലാണ് ഇപ്പൊ ഈ ക്വാറി ഈ പഞ്ചായത്ത് അധികൃതർ അതിന് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. വില്ലേജ് ഓഫീസറും എല്ലാവരും വന്നിട്ട് അവിടെ ഇൻസ്പെക്ട് ചെയ്ത് പോയൊരു സ്ഥലമാണ്. ഇങ്ങനെ പൊട്ടിയ സ്ഥലത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജി വകുപ്പും ബാക്കിയുള്ളവരും ഈ ഒരു അനുമതി കൊടുത്തു എന്നുള്ളത് ഒരു ശക്തമായൊരു അന്വേഷണം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ കളക്ടറും ബന്ധപ്പെട്ടവരും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പച്ചേരി പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ വരുന്ന ക്വാറിന്റെ അടുത്ത താമസക്കാരൻ എന്നുള്ള നിലയിലും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തതിലും ഇതിലെ കമ്മിറ്റി ഭാരവാഹി എന്നുള്ള ഒരു അംഗം എന്നുള്ള നിലയിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന നിലവിലുള്ള ഒരു ക്വാറി കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറത്ത് വീണ്ടും ഒരു ക്വാറി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനപ്രയാസത്തിലാണ് അവിടെയുള്ള നാട്ടുകാരും മറ്റു വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്, അതുപോലെ മദ്രസ, പള്ളി, ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അവിടെ കുറച്ച് മുമ്പ് ഭൂമിക്കുള്ളിലെ ഭീകര ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും. പേപ്പറിലും മറ്റ് ന്യൂസുകളിലൊക്കെ വന്നതാണ്. അവിടെയുള്ള ജനങ്ങൾ ഭീതിയിലാണ്. ഇവരൊക്കെ മാറ്റി താമസിപ്പിക്കണം. തുടർച്ചയായിട്ടുള്ള ഈ മഴക്കെടുതി തുടർച്ചയായി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഈ ഭീഷണിക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ മാറി താമസിക്കണം എന്ന് പോലും പറഞ്ഞ ഉദ്യോഗസ്ഥര് എങ്ങനെയാണ് ഈ സ്ഥലത്ത് ക്വാറിക്ക് അനുമതി കൊടുത്തത്? ഏത് ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിൽ? ഇതിന് എങ്ങനെയാണ് ഇവർ കാശ് മേടിച്ചിട്ടാണോ അതോ വേറെന്ത് രീതിയിലാണോ ഇവരിതിന് അനുമതി കൊടുത്തത് എന്നുള്ളത് നാട്ടുകാരായ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഇതിനെതിരെ ഞങ്ങൾ നാട്ടുകാരൊന്നിച്ച് സ്ത്രീകളും കുട്ടികളും അതുപോലെ വിദ്യാർത്ഥികളടക്കം ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഏതറ്റം വരെയും ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന ക്വാറി കാരണം വീടുകളിലേക്ക് പൊടിശല്യം ഉണ്ടാകുന്നതായും ക്വാറി വാഹനങ്ങളുടെ അമിത ഗതാഗതം ജനജീവിതത്തെ ബാധിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. സ്ഫോടനം നടക്കുമ്പോൾ വീടുകളിൽ ശക്തമായ ശബ്ദവും പ്രകമ്പനവും അനുഭവപ്പെടുന്നതായും പരാതിയുണ്ട്. ഒരിക്കൽ ക്വാറിയിലെ സ്ഫോടനത്തിനിടെ കല്ല് വീടിന് സമീപം പതിച്ച സംഭവമുണ്ടായതായും പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ മണ്ണാർമല പച്ചേരി പ്രദേശത്ത് വരാനിരിക്കുന്ന ഒരു ക്വാറിക്കെതിരെയാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിലവിൽ നമ്മൾ ഇവിടെ വന്ന ഒരു ക്വാറിയുണ്ട്. ആ ക്വാറിയുടെ പരിസരത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീടിന്റെ അവിടുന്ന് നിങ്ങൾക്ക് ആർക്കും വന്നിട്ട് അവിടെ വന്നിട്ട് ഇരിക്കാം, വീട്ടിൽ വന്നിട്ടിരിക്കാം. ഈ വീട്ടിൽ വന്നിട്ടിരിക്കുമ്പോൾ അവിടെ ക്വാറിയിൽ പൊട്ടുമ്പോൾ ആ നിമിഷം നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ശബ്ദവും അതുപോലെ അതിന്റെ പ്രകാശവും ഉണ്ട്. കാരണം അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത്തരത്തിലാണ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു സമയത്ത് ആ ക്വാറിയിൽ നിന്ന് ഒരു സമയത്ത് ക്വാറി പൊട്ടിയ സമയത്ത് എൻ്റെ വീടിന്റെ ഏകദേശം അടുത്തൊരു കല്ല് വന്ന് വീണു. ചെറുതായിട്ടാണെങ്കിൽ പോലും, പക്ഷെ അത് വന്ന് വീണ സമയത്ത് അത്രയും ശബ്ദത്തോടു കൂടിയാണ് അത് വന്ന് വീണത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്. അമ്മ അനുഭവിച്ചാണത്. അപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്വാറിക്കെതിരെ കൂടെ ഈ ഒരു അന്വേഷണം ഉണ്ടാവണം എന്നാണ് നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ഇതേ മേഖലയിൽ ഭൂമിക്കടിയിൽ നിന്ന് ശക്തമായ ശബ്ദങ്ങളും മുഴക്കങ്ങളും കേട്ടിരുന്നു. തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതാണ്. മലയുടെ ഉള്ളിൽ വലിയ തോതിൽ വെള്ളം സംഭരിക്കപ്പെടുന്നതും മഴക്കാലത്ത് ഭൂമിക്കടിയിലെ സമ്മർദ്ദം വർദ്ധിക്കുന്നതുമാണ് ഇത്തരം പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതായും നാട്ടുകാർ പറയുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ വിശദീകരണം. അത്തരമൊരു ചരിത്രമുള്ള അതേ മേഖലയിൽ വീണ്ടും ക്വാറി വരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിനും പ്രധാന കാരണവും. സ്കൂളുകളും മദ്രസകളും പള്ളികളും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും ഈ പ്രദേശത്തുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണിത്.
ക്വാറിയിലേക്ക് ആവശ്യമായ റോഡ് കൂടുതൽ വീതി കൂട്ടാനുള്ള നീക്കവും നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നിലവിൽ ഏകദേശം 5 മീറ്റർ വീതിയുള്ള റോഡ് കൂടുതൽ വീതി കൂട്ടിയാൽ ക്വാറിയിലേക്കുള്ള വാഹന ഗതാഗതം വർദ്ധിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. മറ്റ് വഴികളിലൂടെയും ക്വാറിയിലേക്ക് ഗതാഗതം ഒരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ക്വാറി അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പച്ചേരിയിലെ ജനങ്ങൾ. വികസന പ്രവർത്തനങ്ങൾക്ക് എതിരല്ലെന്നും എന്നാൽ ജനവാസ മേഖലയിൽ ജനജീവിതത്തിന് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ക്വാറിയുടെ പ്രവർത്തനം ആരംഭിച്ചാൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ആരംഭിച്ച സമരത്തിന് അധികൃതർ എന്ത് മറുപടി നൽകുമെന്നാണ് ഇനി അറിയേണ്ടത്. പ്രതിഷേധ യോഗത്തിൽ ജനകീയ സമരസമിതി സെക്രട്ടറി ഭവേഷ് അധ്യക്ഷത വഹിച്ചു. അനിൽ, ഉസ്താദ് സക്കറിയ, പ്രദേശവാസിയായ കലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാനൽ 10 പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.